ഹലോ ഗഡീസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അസാധ്യമായിട്ടാണ്. ഈ സാധനം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഗഡികൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരു പൊരിയാൻ പോവാ. കരിങ്കോഴി മരുന്ന് വെപ്പ് അതാണ് നമ്മൾ ചെയ്യാൻ പോണ പരിപാടി. 1000 കോഴിക്ക് അരക്കാടാന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? പക്ഷെ ഈ സാധനം 1000 കാടയ്ക്ക് ഇവനൊരു 1-1.5 കോഴി മതി. അതാണ് ഇതിന്റെ ലൈഫ്. ജാതി സെറ്റപ്പെട്ട് ടീമുകള കയ്യില് ചാടി അലമ്പ ടീമുകള, പവർ ടീമുകള. നമ്മുടെ സുഹൃത്തായ സുധിയാണ്, നമ്മുടെ ഫ്രണ്ടാണ്, പാലക്കിലാണ്, സോഷ്യൽ ലൈനിലാണ് പുള്ളിയുടെ വീട്. പുള്ളി കരിങ്കോഴികളെ വളർത്തുന്നുണ്ട്. പുള്ളിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വീഡിയോന്റെ അടിയിലാണ് കേട്ടോ. അതിപ്പോ വേണ്ട, ഇതിങ്ങനെ ചട്ടി വെച്ചു. നമ്മൾ അങ്ങാടി മരുന്നാണ്. കുറെ സാധനങ്ങളുണ്ട്, 10-40 കൂട്ടറും മുകളിലുണ്ട് ഈ സാധനത്തിൽ. നമ്മളാ സാധനം ഒന്ന് ചൂടാക്കാനായിട്ട്, അതായത് വിഴാലരി, കൊത്തമ്പാലരി, കരിഞ്ചീരകം, പെരിഞ്ചീരകം, കാട്ടുചീരകം, ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, അമുക്കരം, എട്ടംപിരി, വലംപിരി, ഈ സാധനങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു സാധനമാണത്. ചമ്മ സാധനം അത്. അത് ചൂടായി തുടങ്ങി, ചെറിയ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഇത് നല്ല മരുന്നിൻ്റെ നല്ല മണം വന്നു തുടങ്ങി. നല്ല ബെസ്റ്റ് മണം വന്നു തുടങ്ങി. ആ ചൂടിൽ ശരിക്കും നമ്മളിത് കുത്തിപ്പൊടിക്കുക ചെയ്യണം ഈ സാധനം. ഇതിലേക്ക് ഇലയിലേക്ക് വാങ്ങി വെക്കണം. ഇവരാണ് നമ്മൾ ഇന്നത്തെ മരുന്ന് വെപ്പ് ചെയ്യണത് കേട്ടാ. സാധാരണ പപ്പൊക്കെ പറിച്ചിട്ട് ചെയ്യാറ്, പക്ഷെ പപ്പ് പറിക്കാൻ നമുക്ക് പറ്റാത്ത കാരണം നമ്മൾ ഇതുകൊണ്ട് വൃത്തിയാക്കി തൊലിയൊക്കെ പൊളിച്ച് സെറ്റാക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുള്ളതാണ്. ഇനിയും നമുക്ക് ഒരു നുറുക്കണം. കരിങ്കോഴി നല്ല ബ്ലാക്ക് കളറല്ലേ? ബ്ലാക്ക് കളറാ, ഉഷാറാണത്. കളർ ബ്ലാക്ക് ആണെങ്കിലും ആള് പവറാ. നമുക്ക് അവനൊക്കെ നല്ലതുണ്ട്. ഒരു മീഡിയം പീസിൽ നമുക്ക് സെറ്റ് ചെയ്യാം. വേറെ ടൂൾസ് എടുക്കണോ? ഉണ്ടല്ലേ, ഉള്ള ടൂൾസ് കൊണ്ട് തന്നെ പണി നടക്കട്ടെ. സാധനം പവറാ കോഴി. ഇന്നലെ അവൻ എന്നിട്ട് നമ്മളെ നല്ല മന്തിയാ വരുന്നിട്ട് അവന് മനസ്സിലായി ഇന്ന് അവനെ പടയ്ക്കാനുള്ള പരിപാടിയുള്ള ഗഡിയ വന്നിട്ടുള്ള എന്നുള്ളത്. ശാസ്ത്രീയമായിട്ടാണ് വെട്ടിക്കുക. ആൾക്കാര് പറയും കത്തിക്ക് മൂർച്ചയില്ലാന്ന്. കത്തിക്കൊക്കെ മൂർച്ചയുണ്ട്, പക്ഷെ ഇവൻ കല്ല സാധന. കല്ലിഞ്ചനവൻ. എൻ്റെ ഹാർട്ട് ആണ്, ഹൃദയം, കരിങ്കോഴി ഹൃദയം. ശരിക്കും ഇത് ചതച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക, ചതച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക. പക്ഷെ നമുക്കിപ്പോ ആ സംവിധാനം ഇല്ലാത്ത നമ്മളിപ്പോ ചെയ്യണമെന്ന് വെച്ചാല് സാധാരണ ആളുകൾക്ക് മരുന്ന് ഇത് വെക്കണം എന്ന് തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഈസി മെത്തേഡ് നമ്മൾ ചെയ്യണത്. നമ്മള് അങ്ങാടിയിൽ നിന്ന് വെള്ളപ്പം മേടിച്ചിട്ടുണ്ട്. മേറെടുത്തിനെ വെള്ളപ്പം മേടിച്ചിട്ടുണ്ട്. വെള്ളപ്പം അടിക്കാൻ ഞാൻ മേറെടുത്തിന് വിളിച്ചു പറഞ്ഞു, മേറെടുത്ത് ഒരു 20 വെള്ളപ്പം റെഡിയാക്കി വെച്ചോ. അപ്പോൾ മേറെടുത്ത് പറഞ്ഞു ശരി. ഞാൻ പറഞ്ഞു 500 ഗാന്ധിന് 400 രൂപ ചെമ്പാണെന്ന് വെച്ചോ, ഞാൻ താനത്ത് വരാൻ പറഞ്ഞു. റെഡിയാക്കി. അല്ല മേറെടുത്ത് ചോദിച്ചില്ലേ എന്താ പരിപാടി? മേടിച്ച് പറഞ്ഞു. അപ്പൊ അപ്പത്തിന്റെ ലൈൻ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കണ, തൃശ്ശൂർ വെള്ളപ്പത്തിന്റെ ലൈൻ പറഞ്ഞു വരുമ്പോഴേക്കും കുച്ചുണ്ടാവ് വന്ന് ബാക്കിൽ കിക്കി അടിച്ചു. അപ്പൊ പിന്നെ എന്തായാലും ഞാൻ പെട്ടെന്ന് തെറിച്ചു.
കരിങ്കോഴി നമ്മൾ പതുക്കെ നൈസായിട്ട് ഇതിലേക്ക് ഇടാണ്. അതിനുശേഷം നമ്മൾ മഞ്ഞപ്പൊടിയാണത്. മഞ്ഞപ്പൊടി ഞാനൊരു കുറച്ച് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കല്ലുപ്പാണ് നമ്മളൊരു അളവിന് കല്ലുപ്പ്, കൈ കണക്കാണ് കല്ലുപ്പൊക്കെ. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കണ്ട പൊടിച്ച അതാണത്, നമ്മുടെ കോഴിമരുന്ന്. അത് നമ്മൾ കുറച്ച് ഇടുന്നുള്ളൂ, നമ്മുടെ ഒരു അത്യാവശ്യം ഒരു ഫ്ലേവറിന്. ഇത്ര നമ്മൾ ഇട്ടിട്ടുള്ളൂ, ഇത്ര പൊടിച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. കൈയാണ് നമ്മൾ തിരുമ്മാണ്, അതിൽ തിരുമ്മി പിടിപ്പിക്കണം. ഇതൊരു മണിക്കൂർ ഇരിക്കണം. നമ്മളിനി അടുത്ത നറുനെയ്യാണ് ഇതിൽ ഒഴിക്കണത്. ചുമന്നുള്ളി കൂടുതൽ, വെളുത്തുള്ളി, ഇഞ്ചി, ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ചതച്ചിട്ട് ഈ സാധനങ്ങൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നാക്കാനായിട്ട് ഒരു കാര്യമുണ്ട്. നമുക്ക് വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചവെള്ളത്തിലിട്ട് കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് നന്നാക്കാം. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. നമ്മൾ കുറേശ്ശെ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ആടിയുടെ ചെറിയൊരു മുമ്പൊരു മുരിഞ്ഞ പരുവത്തിലേക്ക് വന്നു. തീയൊന്ന് പതുക്കുന്നു അത് അടുത്ത ശേഷം ലേശം കൂട്ടിയിട്ട് കൊടുക്കുക. ഏകദേശം ഒരു അര വേവായിട്ടുണ്ട്. മീഡിയം വേവായി. മീഡിയം വേവായി. കോഴിയിലത്തെ വെള്ളമാണ് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. ഈ മുളക് നമുക്കതിൽ ചേർക്കണം, അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് നമ്മൾ പച്ചക്കുരുമുളകാണത്. അപ്പോൾ നമ്മൾ ഉണക്കക്കുരുമുളകും പച്ചക്കുരുമുളകും മിക്സ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ സീസണായി നിൽക്കുന്ന കാരണമാണ് നമ്മൾ പച്ചക്കുരുമുളക് എടുത്തത്. പച്ചക്കുരുമുളക് ഇടാൻ പറ്റിയ ഏറ്റവും ടേസ്റ്റ് പച്ചക്കുരുമുളക്. ഇതിലേക്ക് ഇടണം. നമ്മളിപ്പോ കോടാലി മുളക് ഇതിലേക്ക് കയറ്റി പാത്രം നമ്മൾ കംപ്ലീറ്റ് നമ്മൾ പുറത്തൊക്കെ നിന്ന് കുക്കിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ വരും. സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ടാണ്. എന്താ ഇതിൽ നമ്മൾ സോഡ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം പതഞ്ഞിട്ട് അങ്ങോട്ട് മിക്സ് ആവും. സാധനം അടിക്കുക. ഒരു ജാതി ലൈനാണിത്. പച്ചക്കുരുമുളകും നാട്ടിൻപുറത്തൊക്കെ കോഴീനൊക്കെ വളരെ ദുർലഭമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനം. ആ സമയത്ത് നാട്ടിൻപുറങ്ങളില് ടീമുകളുണ്ട്, കോഴീനെ കിണ്ണ ടീമുകൾ, കോഴീനെ കിണ്ണ ടീമുകൾ. ഇവരുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോഴീനെ പകല് കറക്റ്റ് ആയിട്ട് നല്ല ബെസ്റ്റ് കോഴിയുള്ളതെന്ന് സാധനത്തിന് സ്കെച്ചിട്ട് വയ്ക്കും. എന്നിട്ട് രാത്രി ആകുമ്പോ നേരെ വരിക, വന്നിട്ട് കിണറ്റിന്ന് ഒരു പാട്ട വെള്ളം കോരിയിട്ട് നേരെ കൂടിന്റെ മുകളിൽ കൂടെ ഒഴിക്കുക, കുറച്ച് ഉള്ളിലേക്ക് ഒഴിക്കും.
തട്ടനോടുകൂടി കോഴി പതുങ്ങും. തന്നെ ഒരു ചാക്കില് സാധനം നനച്ച ചാക്ക് വെച്ചിട്ട് പൊതിഞ്ഞിട്ട് ഏതിനെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ കൊണ്ടുപോണ് അണ്ടി കൊണ്ടുപോണ്. പണ്ട് ഈ മെയിനായിട്ട് കളവ് നടക്കുന്നത് കൂടുതൽ അടപ്പള്ളി പെരുന്നാളിന്റെ സമയത്താണ്. അപ്പൊ ആൾക്കാർ പറയാ പുണ്യാളെ കൊണ്ടുപോയിന്നാ തോന്നണേന്ന് പറയും. സത്യത്തില് അല്ലെങ്കിൽ കോഴിക്കള്ളന്മാരാ പുണ്യാളെ കുറ്റം. പുണ്യാളുടെ പുറത്താണ് കേസ്. അമ്മിങ്ങി കഴിഞ്ഞാൽ ഈ വാഴല ആണ് നമ്മളത് ഉപയോഗിക്കണം. ഇത് കുറച്ച് നമ്മൾ പ്രകൃതി രമണീയമായിട്ട് നമ്മൾ ചെയ്യുന്ന കേട്ടോ, പ്രകൃതി സൗഹൃദമായിട്ട്. അതെ, നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിലേക്ക് വരും. വാഴലയുടെ ഒരു കോഴിക്കള്ളന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വെറും ഒരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, നിങ്ങൾ കള്ളനെന്ന് വിളിച്ചില്ലേ. അപ്പൊ കോഴിനെ മൂട്ടിച്ചെന്തിനാ? കോഴിനെ മൂട്ടിച്ചെങ്കിലേ പൊരിച്ച് തിന്നാനായിരുന്നു, പൊരിച്ച് തിന്നാനായിരുന്നു. വെറും ഒരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, കള്ളനെന്ന് വിളിച്ചില്ലേ. ശബ്ദം വരുന്നില്ല. വെള്ളം വറ്റി തുടങ്ങി, ഒരു 3/4 വേവായിട്ടുണ്ട് കേട്ടോ. കരിങ്കോഴി സെറ്റായിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ ഇതിൽ നമ്മുടെ തിക്ക് ഗ്രേവി ഉണ്ടോ, അടിപൊളിയാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ തൃശ്ശൂർ അപ്പക്കാരെല്ലാം കഴിഞ്ഞ് നമ്മുടെ മേലേരുത്തി കിടന്നത് നമ്മൾ വെള്ളയപ്പം മേടിച്ചിട്ടുണ്ട്. വെള്ളയപ്പം ഉണ്ട്. അടിപൊളി സാധനമാണ് എന്തായാലും. പെട്ട സാധനം എന്ന് വെച്ചാൽ പെട്ട സാധനം, ഒന്നും നോക്കാനില്ല. കാരണം ഈ സാധനം നല്ല ഉഷാറാണ്. പൊരിച്ചോട്ടോ, മുട്ടണ്ടല്ലേ? മുട്ടണ്ട, ഒന്നും പറയാനില്ല, പൊളിച്ചു. ഗ്രേവിയൊക്കെ നമ്മൾ കണ്ട ഈ സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാലേ ഒരു ചെറിയൊരു തിക്ക് ഗ്രേവി ഉണ്ടോ. ഈ സാധനം എന്നാണ് നെയ്യിൽ ഈ ഉള്ളി സാധനങ്ങളൊക്കെ ശരിക്കാണ്ട് വറ്റി ശരിക്കാണ്ട് അലിഞ്ഞിട്ട് വന്നിട്ടുള്ള സാധനമാണത്. അടിപൊളി സെറ്റപ്പ് സാധനം. പടം മുതൽ കോടാലി മുളക് ഒരു 1.5 മുതലാട്ടാ ഉണ്ടായില്ലേ. ഒമ്മന്തി സാധനം ചമ്പട. പോണ വഴി സൗകര്യമായിട്ടിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്ത് നമുക്കൊരു സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. ആ റിസോർട്ടാണത്. അതിന്റെ പേര് വില്ലോ ഹൈറ്റ്സ് ബാസ്റ്റിന്റെ റിസോർട്ടാണ്. മോഡേൺ സാനിറ്ററി തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അവരുടെ റിസോർട്ടാണത്. വില്ലോ ഹൈറ്റ്സ്. അപ്പോൾ അതിൻ്റെ മാനേജറാണ് പുള്ളി. അപ്പോൾ പുള്ളിക്ക് കുറച്ച് നമ്മുടെ കരിങ്കോഴി കൊടുത്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. ഇത് മുഴാലക്കും അത് തന്നെ ഞാൻ ടച്ച് ചെയ്യാണ്ട് മാറിയിരിക്കുക. എങ്ങനെയുണ്ട് സാധനം? എന്നാ പിന്നെ നിന്നെ നിർബന്ധിക്കണല്ലേ. ഒരു വെറൈറ്റി ടൈപ്പ് എന്ന് തോന്നുന്നു. നമ്മൾ കോഴി മരുന്നിലാണ് വെച്ചിട്ടുള്ളത്. അതെ അതെ, സ്മെല്ലൊക്കെ നല്ല. പിന്നെ നമ്മൾ പച്ചക്കുരുമുളക്, ഉണക്ക കുരുമുളക് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ വേറെ പൊടിയുള്ള മസാലകളൊന്നും ഇല്ല. നമ്മളെ മരുന്നിൽ ചെയ്തിട്ടുള്ള സാധനമാണ്. സ്മെല്ലൊക്കെ ഉണ്ട്. സ്മെല്ല് നല്ല സ്മെല്ലാണ്. പിന്നെ കുരുമുളകിന്റെ ശരിക്കും പെപ്പർ പച്ച കുരുമുളകിനോട് വന്നപ്പോഴേ നല്ല ശരിക്കും നല്ല സ്മെല്ലാണ്. ആരാ പറഞ്ഞ നെല്ല് നന്നായാൽ എലി വയനാട്ടിൽ നിന്ന് മരുന്ന് പറഞ്ഞ പോലെ ഈ സാധനത്തിന്റെ മണം കേട്ട് ചിലപ്പോ ആളുകൾക്ക് അല്ലേ എന്തായാലും സംഭവിക്കും. അതിന്റെ സ്മെല്ല് തന്നെയാ, രക്ഷയില്ല. നമ്മുടെ സലീഷേട്ടൻ വന്നിട്ടുണ്ട്. പൊരിച്ചില് നമ്മള് വേറിട്ടൊരു ടേസ്റ്റ് വേണ്ടി ചിക്കന് അതാണ് വളരെ ഇഷ്ടപ്പെട്ടു. അതാണ് ആള് കാലം പമ്പടിച്ചിട്ടാ. ഒരു വേറിട്ട ടേസ്റ്റ് ആണ്.
കരിങ്കോഴിയുടെ പരിപാടി കഴിഞ്ഞു. ഇത് നിങ്ങള് കാണുക, നല്ല രീതിയിൽ നമ്മളൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഓക്കെ.